അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില വൈബായ ജ്ഞാനങ്ങളെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വിശദീകരണം എഴുതുകയാണെങ്കിൽ 70,000 ഒട്ടകങ്ങൾക്ക് വഹിപ്പാനുള്ളതുണ്ടാകുമായിരുന്നു എന്ന്. അപ്പോൾ നാം ചിന്തിക്കുക, ഇത്രയധികം ശാസ്ത്രീയമായ കണ്ടെത്തലുകളോ ലോകം ഇതേപോലുള്ള വികസനങ്ങളോ മറ്റ് ഗ്രഹങ്ങളിലേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്ന സാഹചര്യമോ ഇതുപോലെ വാഹനങ്ങളോ ഫ്ലൈറ്റുകളോ എഞ്ചിനുകളോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അലി റളിയല്ലാഹു അൻഹു 70,000 ഒട്ടകങ്ങൾക്ക് വഹിപ്പാനുള്ളത് സൂറ ഫാത്തിഹയ്ക്ക് വിശദീകരണം എഴുതാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയധികം ലോകത്തിന് വികാസം സംഭവിച്ചിട്ടുള്ള ഈ കാലഘട്ടത്തിൽ സൂറ ഫാത്തിഹയ്ക്ക് വിശദീകരണം എഴുതുകയാണെങ്കിൽ 70 കോടി ഒട്ടകങ്ങൾക്ക് വഹിപ്പാനുള്ളത് എഴുതിയാലും തീരുമായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സൂറ ഫാത്തിഹയെ കുറിച്ച് പറയുമ്പോൾ സൂറ ഫാത്തിഹയ്ക്ക് 10ഓളം പേരുകൾ തന്നെയുണ്ട്. ഈ പേരുകളെല്ലാം തന്നെ ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇത് തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഇതെല്ലാം പറയുന്നതായിരിക്കും. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഫാത്തിഹ എന്നുള്ള പേരല്ലാതെ അസ്സലാത്ത് എന്നുള്ള പേരുണ്ട്, അൽ ഹംദ് എന്നുള്ള പേരുണ്ട്, ഉമ്മുൽ ഖുർആൻ എന്നുള്ള പേരുണ്ട്, ഖുർആനുൽ അസീം എന്നുള്ള പേരുണ്ട്, അസ്സബഉൽ മസാനി എന്നുള്ള പേരും, ഉമ്മുൽ കിതാബ് എന്നുള്ള പേരുണ്ട്, ഷിഫ എന്നുള്ള പേരുണ്ട്, അർ റുഖിയ എന്നുള്ള പേരുണ്ട്, അൽ കൻസ് എന്നുള്ള പേരുമുണ്ട്. ഇങ്ങനെ 10 നാമങ്ങൾ സൂറ ഫാത്തിഹയ്ക്കുണ്ട്. ഇതെല്ലാം തന്നെ ഉദാഹരണമായി ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രന്ഥങ്ങളുടെയും മാതാവാണ് എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവികമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മനുഷ്യ സഹജമായി എഴുതി ചേർക്കപ്പെട്ടതാണെങ്കിൽ അതിനെ ഈ ഖുർആൻ അതിന് യോജിക്കാതെ, അതായത് ഉമ്മ മക്കളെ തിരിച്ചറിയുന്നില്ല, ഉമ്മ എൻ്റെ മകനല്ല എന്ന് പറഞ്ഞാൽ അത് മകനാവുകയില്ല എന്നതുപോലെ തന്നെ വിശുദ്ധ സൂറത്തുൽ ഫാത്തിഹയുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് ദൈവികമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാമങ്ങളും ഓരോ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് ബൈബിൾ പഴയ നിയമത്തിലും, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിയോടും അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. ഈസാ നബി അലൈഹി ഇസ്ലാമിയോടും ഇതേപോലെ വരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിക്കാനുള്ള സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ 2 പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഈ വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഉദാഹരണമായി ബൈബിൾ ആവർത്തന പുസ്തകത്തിന്റെ 18 മുതൽ 18 19 വാക്യങ്ങളിൽ എന്നെപ്പോലെ ഒരു പ്രവാചകനെ, അതായത് മോശയെ പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, എന്റെ വചനങ്ങൾ അവന്റെ നാവിന്മേലാക്കുകയും എന്റെ നാമത്തിലല്ലാതെ മറ്റു പല ദൈവങ്ങളുടെ നാമത്തിൽ അവൻ വിധി കൽപ്പിക്കപ്പെട്ടാൽ അവൻ കൊല ചെയ്യപ്പെടും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. ഇവിടെ പ്രധാനമായി എന്റെ നാമത്തിൽ പറയുന്ന വചനങ്ങൾ ഏതൊരുത്തരെങ്കിലും കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും. അപ്പോൾ എന്റെ വചനം അവന്റെ നാവുമേലാക്കും എന്ന ആ പ്രവചനം മക്കയിൽ അവതരിച്ച സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന ആ പ്രവചനം, ബൈബിളിന്റെ പ്രവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ പുലരുകയാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ. അതിന്റെ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ സൂറത്തുൽ ഫാത്തിഹയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഒരു കാര്യവും നിർവഹിക്കുമായിരുന്നില്ല. അപ്പോൾ ആ പ്രവചനത്തിന്റെ എല്ലാം സാക്ഷാത്കാരമാണ് ഈ സൂറത്തുൽ ഫാത്തിഹ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേപോലെ
പഴയ നിയമത്തിൽ വീണ്ടും നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ആവർത്തന പുസ്തകം 18:20 മറ്റൊരു പ്രവചനം കാണാം. ഞാൻ ഒരു പ്രവാചകനെ അവനോട് കൽപ്പിക്കാത്ത വചനങ്ങൾ എന്റെ നാമത്തിൽ അഹങ്കാരത്തോടെ പ്രസ്താവിക്കുകയോ അന്യ ദൈവങ്ങളുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ മരണശിക്ഷ അനുഭവിക്കണം. അതായത് ദൈവം പറയാത്ത കാര്യങ്ങൾ അവൻ അന്യ ദൈവങ്ങളുടെ പേരിൽ ദൈവം പറഞ്ഞതാണ് എന്ന് പറയുകയാണെങ്കിൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. അതായത് സ്വാഭാവികമായി അങ്ങനെയുള്ള ആളുകൾ കൊല ചെയ്യപ്പെടും എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എന്നോട് അള്ളാഹു സംസാരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം 23 വർഷം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കി അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ വിജയശ്രീ ലാളിതനായി അദ്ദേഹം അവസാനം അദ്ദേഹത്തിന്റെ ദൗത്യം പൂർത്തിയാക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മുഹമ്മദ് ഇത് യേശുവിനെ കുറിച്ചാണ് എന്ന് ചില ആളുകൾ പറയുകയാണെങ്കിൽ അദ്ദേഹം സത്യത്തിൽ ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സത്യവാനായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ് നമ്മൾ ആദ്യം പാരായണം ചെയ്യുന്നത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയല്ല അത് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻ-നഹ്ലിൽ 99-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഹിദു ബില്ലാഹി ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടണം എന്ന് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ യാതൊരു നന്മയും എന്നിൽ നിന്ന് നീ ഇല്ലാതാക്കരുതേ, യാതൊരു നന്മയും നമ്മെ വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ, സന്മാർഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചതിന് ശേഷം അധർമ്മത്തിൽ ഞാൻ അകപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു കൊള്ളണേ എന്നാണ് ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് നാം അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. ഒരു നല്ല കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നല്ല കാര്യത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ അനുഭൂതികളും അനുഗ്രഹങ്ങളും അതിലൊരു കാര്യം പോലും മറ്റെന്തെങ്കിലും സാധാനികമായ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എനിക്കത് നന്മകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലേക്ക് നാം പ്രവേശിക്കുന്നത്. പ്രവേശിക്കുമ്പോൾ നാം പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന്. ഇവിടെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ബി അഥവാ ബ എന്ന് പറഞ്ഞാൽ കൂടെ എന്നാണ് അർത്ഥം. ഇസ്മ എന്ന് പറയുന്നത് പേര്, അതായത് നെയിം എന്ന് പറയാം, അടയാളം എന്ന് പറയാം, അല്ലെങ്കിൽ നാമം എന്ന് പറയാം. നാമം എന്ന് പറഞ്ഞാൽ നെയിം തന്നെ. അപ്പോൾ ബിസ്മി എന്ന് പറഞ്ഞാൽ പേരിനോട് കൂടെ എന്നുള്ള അർത്ഥം നമുക്ക് ലഭിക്കും. അതിനുശേഷം പറയുന്നത് പേരിനോട് കൂടെ അള്ളാഹു എന്നാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ പരിപൂർണമായ എല്ലാ ഗുണങ്ങളുടെയും ഉടമസ്ഥനും എല്ലാ നന്മകളുടെയും അവകാശിയും എല്ലാ ന്യൂനതകളിൽ നിന്നും അതീതനുമായവൻ. ഈ അള്ളാഹു എന്നുള്ള പദം മറ്റൊന്നിനു വേണ്ടിയും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതല്ല. മാത്രമല്ല അള്ളാഹു എന്നുള്ള പദം ഏതെങ്കിലും ഒരു പദത്തിൽ നിന്നുണ്ടായതല്ല, അതിൽ നിന്ന് ഒരു പദം ഉരുത്തിരിഞ്ഞ് വരുന്നതുമല്ല. അത് ഏകത്വമായ ഒരു പദമാണ് അള്ളാഹു എന്നുള്ളത്. ഈ അത്യുന്നതനായ ഈ സത്തയുടെ നാമം മറ്റൊരു ഭാഷയിലും തന്നെ ആ ഗുണങ്ങൾ ഒത്തിണങ്ങുന്ന ഒരു അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാമം മറ്റൊരു ഭാഷയിലും നമുക്ക് കാണാൻ സാധിക്കുകയുമില്ല. മറ്റു ഭാഷകളിലെല്ലാം പറഞ്ഞു വരുന്ന ആ അള്ളാഹുവിൻ്റെ പേരുകളെല്ലാം തന്നെ അതിൻ്റെ ഗുണനാമങ്ങളോ അല്ലെങ്കിൽ
അതിൻ്റെ വർണ്ണനാപരമായ കാര്യങ്ങളോ മാത്രമാണ് ആ പേര് കൊണ്ട് ഉൾക്കൊള്ളുന്നത്. ആ മറ്റ് ഭാഷകളിൽ പറയുന്ന ദൈവത്തിന് വേണ്ടി പറയുന്ന നാമങ്ങളിലൊക്കെ തന്നെ ബഹുവചനങ്ങളും അല്ലെങ്കിൽ മറ്റ് അതിൽ നിന്ന് ഇപ്പോൾ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ 2, 3 എന്നെല്ലാം സംഖ്യകളുണ്ട്. എന്നാൽ അഹദ് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങോട്ടും സംഖ്യയില്ല ഇങ്ങോട്ടും സംഖ്യയില്ല, അതൊരു ഏകത്വമാണ്. ഈ അള്ളാഹു എന്നുള്ള ഒരു പദം എവിടെയും തന്നെ ബഹുവചനമായി പറഞ്ഞതായി നമുക്ക് എവിടെയും കാണാനും സാധിക്കുകയില്ല. മാത്രമല്ല ഒരു വിശേഷ ഗുണത്തിന് വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കാറുമില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹു എന്നുള്ള പദത്തിന് പകരം വെക്കാൻ മറ്റൊരു പദവും ഇല്ല തന്നെ. പിന്നീട് ബിസ്മി പറഞ്ഞതിന് ശേഷം ഇവിടെ ഇസ്മ അള്ളാഹു ആണ് എന്നുകൂടി അള്ള വ്യക്തമാക്കുകയാണ്. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ ഇസ്മ അള്ളാഹു ആണ്. അതായത് അല്ലെങ്കിൽ അള്ളാഹുവിനോട് കൂടെ മറ്റു ഗുണവിശേഷണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായി അള്ളാഹു ഒരാളുടെ റിക്കാർഡിക്കലായ പേര് അവിടെ വെളിപ്പെടുത്തുന്നത് പോലെയാണ് ഇവിടെ അള്ളാഹു. മറ്റ് നാമങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളാണെങ്കിൽ ഇവിടെ അള്ളാഹുവിന്റെ യഥാർത്ഥമായ പേരിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം അഥവാ നെയ്മ് എന്നാണ്. ഇവിടെ അള്ളാഹു ഇസ്മ അള്ളാഹു എന്നാണ് എന്ന് അള്ളാഹുവിന്റെ പേര് വെളിപ്പെടുത്തുന്നു. പിന്നീട് ആ പേരിന് ഉള്ള ഗുണങ്ങൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന 2 ഗുണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായ 2 ഗുണങ്ങൾ. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിലും അതിനോട് ചേർന്ന് എപ്പോഴും നിൽക്കുന്ന 2 ഗുണങ്ങളാണ്. ഒന്ന് റഹ്മാൻ എന്നും ഒന്ന് റഹീം എന്നും ഉള്ളത്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ചോദിക്കാതെ നൽകുന്നവനെന്നും, റഹീം എന്ന് പറഞ്ഞാൽ ചോദിച്ച് നൽകുന്നവനെന്നും നമുക്ക് അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളോട് അയാളുടെ പ്രവർത്തനങ്ങളോ അയാളുടെ പരിശ്രമമോ ഒന്നും നോക്കാതെ തന്നെ സ്വാഭാവികമായി അദ്ദേഹത്തോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഈ ഗുണങ്ങളുടെ പ്രത്യേകത. സ്വാഭാവികമായി നൽകുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഗർഭാശയത്തിൽ ഒരു കുട്ടി പ്രവേശിച്ചാൽ എന്തിനു വേണ്ടിയാണ് ആ കുട്ടി അവിടെ ജനിക്കുന്നത്? ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ആ കുട്ടിക്ക് അവിടെ വെച്ച് കൈയും കാലും കണ്ണും മൂക്കും ഇങ്ങനെയുള്ള എല്ലാ അവയവങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആ ഗർഭാശയത്തിൽ വെച്ച് ഈ അവയവങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുകയാണ്. ഗർഭാശയത്തിൽ കണ്ണിന്റെയോ കൈയിന്റെയോ കാലിന്റെയോ ഒന്നും യാതൊരു ആവശ്യവും അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഓടിച്ചാടി നടക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണുവാനോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ സംസാരിക്കുവാനോ ഒന്നും തന്നെ ഗർഭാശയത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു പ്രയോജനം അവിടെ ഇല്ല. എന്നാൽ അവിടെ അത് സൃഷ്ടിക്കപ്പെടുന്നത് ഈ ലോകത്ത് വന്നാൽ ഇതെല്ലാം ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് അള്ളാഹുവിനോട് ആ കുട്ടി ചോദിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചോദിച്ചത് കൊണ്ടോ അല്ല. അള്ളാഹു സ്വാഭാവികമായി തന്നെ അള്ളാഹു അവന്റെ കാരുണ്യം അവൻ വർഷിക്കണം, ചോദിക്കാതെ തന്നെ നൽകുകയാണ്. ഇതേപോലെ തന്നെ ആ കുട്ടി ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കണമെങ്കിൽ അവന് വായു, വെള്ളം, വെളിച്ചം, മഴ, ഇതെങ്ങനെയുള്ള കാര്യം നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത് നമുക്ക് വായുവും വെള്ളവും വെളിച്ചവും എല്ലാ സമയത്തിന് ലഭിക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും പണി ചെയ്തു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് തരണേന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടോ തന്നതല്ല. ഇത് അവന്റെ ഔദാര്യമായി ചോദിക്കാതെ തന്നെ അവൻ നൽകിയതാണ്. ഇതാണ് അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന സിഫത്ത്. റഹീം എന്ന സിഫത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട് വേണം,
വിവാഹങ്ങൾ നടത്തണം, മക്കളെ വിവാഹം കഴിപ്പിച്ചുകൊള്ളണം, വിദ്യാഭ്യാസം ലഭിക്കണം, ജോലി ലഭിക്കണം, ഇങ്ങനെ പല ആവശ്യങ്ങളും മനുഷ്യനെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ അവൻ ചോദിക്കുന്നു അള്ളാഹുവിനോട്, ഇന്ന കാര്യങ്ങൾ, നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ പലതും നമുക്ക് നൽകണേ. ഇതേപോലെ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നേരായ മാർഗത്തിൽ നയിക്കണേ, സ്ഥിരചിത്തതയോടുകൂടി നിലനിർത്തണമേ, ക്ഷമ കൈക്കൊള്ളാനും സഹനം കൈക്കൊള്ളാനുമുള്ള തൗഫീക്ക് നൽകണേ. ഇങ്ങനെ നമുക്ക് അവൻ തന്ന ഗുണങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി അത് പരിപോഷിപ്പിച്ച് നൽകണേ എന്നും അങ്ങനെയുള്ള അതേപോലെ തന്നെ ഭൗതികമായ പല ആവശ്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ആവശ്യങ്ങളെല്ലാം അള്ളാഹ് നമുക്ക് സമയാന്തരങ്ങളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുന്ന ചില ആളുകൾക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം, എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാത്ത ആളുകൾക്കും ഇത് ലഭിക്കുന്നുണ്ടല്ലോ, ഞാനൊരു വലിയ സയന്റിസ്റ്റാണ്, എനിക്ക് വലിയ ശമ്പളം ലഭിക്കുന്നുണ്ട്, എനിക്ക് വീടുണ്ട്, നല്ല സുന്ദരിയായ ഭാര്യയുണ്ട്, മറ്റതുണ്ട്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ നാം അള്ളാഹു മനുഷ്യന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവന് നൽകുന്നവരാണ്. പക്ഷെ അള്ളാഹുവിനോട് ഒരാൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നത് നമുക്ക് എളുപ്പമാക്കി തരികയും ചെയ്യും. അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശിച്ച കാര്യം ചോദിക്കുന്നതോടുകൂടി നമുക്ക് ഒരു 4 വർഷം കഴിഞ്ഞാണ് ലഭിക്കേണ്ടത് എങ്കിൽ നമുക്ക് ചോദിക്കുന്നത് കൊണ്ട്, നിരന്തരം ബന്ധപ്പെടുന്നത് കൊണ്ട് നമുക്കത് എളുപ്പമാക്കി പെട്ടെന്ന് ലഭിക്കാനുള്ള കാരണമായി തീരും. പിന്നെ മാത്രമല്ല, ചില ആളുകൾ ഈ അള്ളാഹുവിനോടല്ല ഞങ്ങൾ അപേക്ഷിക്കുന്നത്, ഞങ്ങൾ മറ്റു പല ദൈവങ്ങളോട് അപേക്ഷിച്ചിട്ടും ഇത് ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളും ഉണ്ടാവും. ഇത്തരം ആളുകളോട് പറയാനുള്ളത്, നമുക്കറിയാം ദൈവം, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഒരു ദൈവം മാത്രമാണുള്ളത്. അതിനെ പല പേരുകളിൽ എല്ലാ മതങ്ങളിലും പറയപ്പെടുന്നു, അല്ലെങ്കിൽ പല മതസ്ഥരും പല പേരുകളിൽ അതിനെ വിളിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ശരി തന്നെയാണ്. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥമായ സത്ത മനസ്സിലാക്കാതെ ദൈവത്തിനെ വേറെ പല രീതിയിലാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ നമ്മുടെ ആ അന്ധത അറിയുന്നവൻ അള്ളാഹുവാണ്. ഉദാഹരണമായി, ഒരു കണ്ണ് കാണാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അള്ളാഹു ആണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ്, നമ്മളെല്ലാം സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും ആണ് എന്ന് കരുതിക്കൊണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെ വിളിക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ, അന്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന് കരുതി വേറെ ഒരു വൃക്ഷത്തോട് ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് വിശക്കുന്നു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചു, ഭക്ഷണത്തിന് എന്തെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് കേട്ടുകൊണ്ട് മാന്യനായ ഒരാൾ അതിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ അന്ധത മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ പ്രയാസം മനസ്സിലാക്കി അദ്ദേഹത്തിന് ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുന്നത് പോലെ അള്ളാഹു ആണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇവൻ അതിന്റെ മുമ്പിൽ ചെന്ന് തൊഴുകുന്നതും കുമ്പിടുന്നതും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്നെയാണ് അവൻ വിളിക്കുന്നത് എന്ന് അള്ളാഹ് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ആ റഹ്മാൻ എന്ന സിഫത്തും റഹീം എന്ന കാരുണ്യവാനും കരുണാമയനും എന്നുള്ള സിഫത്ത് അവനിൽ പ്രകടമാക്കിക്കൊണ്ട് ഇവന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എലിയെ ദൈവമാക്കുന്നവരും പൂച്ചയെ ദൈവമാക്കുന്നവരും ഈ കണ്ണി കണ്ട തീരെയും അഗ്നിയെ അതും ഇതെല്ലാം ദൈവമാക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ നിന്ന് ഒരു വെള്ളത്തിന്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് വെള്ളമേ എൻ്റെ കയ്യിലോട്ട് വാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വെള്ളം കയ്യിൽ വരികയില്ല. ഈ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാരും തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊരു ഈച്ച ഒരു വസ്തു തട്ടിക്കൊണ്ടു പോയാൽ അത് തിരിച്ചു വാങ്ങിത്തരാൻ പോലും കഴിവില്ലാത്തവരാണെന്ന് അള്ളാഹ് വിശുദ്ധ ഖുർആനിൽ പറയാണ്. ഒരു ഈച്ച എത്ര നിസാരമായ കാര്യമായിരിക്കും, വസ്തുവായിരിക്കും തട്ടിക്കൊണ്ടു പോവുക, അത് പോലും തിരിച്ചു വാങ്ങിത്തരാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും തന്നെ കഴിവില്ല എന്നുള്ള വ്യക്തമാക്കുന്നു. അപ്പോൾ പക്ഷെ അള്ളാഹുവിൻ കാരുണ്യവാനും കരുണാമയനുമായതുകൊണ്ട് മനുഷ്യന്റെ അറിവില്ലായ്മയും മനുഷ്യന്റെ അന്ധതയെ ആത്മീയ കാഴ്ചയില്ലാത്തതും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. ഇതാണ് ലോകത്ത് സംഭവിച്ചത്. അതായത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഒരു വചനം
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അവതരിക്കുമ്പോഴാണ് ഇതൊരു പുതിയ സൂറത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മനസ്സിലാക്കുക. അതല്ല ബിസ്മി അവതരിക്കാതെയാണ് ആ ഖുർആന്റെ ആയത്തുകൾ അവതരിക്കുന്നതെങ്കിൽ ഇത് നേരത്തെ ലഭിച്ച ആയത്തുകളുടെ ബാക്കിയാണ് എന്ന് റസൂലുള്ളാഹി മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവതരിക്കുമ്പോഴാണ് ഇതൊരു പുതിയ അധ്യായമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ വിശുദ്ധ ഖുർആന്റെ ഇന്ന് കാണുന്ന ആ അടുക്കും ചിട്ടയിലും അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇവിടെ പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയാതെ ഒരു കാര്യത്തിലേക്ക് നാം പ്രവേശിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ സഹായം ഇല്ലാതെ പോകും. പക്ഷേ അവൻ പേനയെടുക്കാൻ മറന്നിരിക്കാം, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിച്ച അവൻ ഇന്നലെ പഠിച്ച ചോദ്യങ്ങളായിരിക്കില്ല അവിടെ പഠിച്ചത്, അല്ലെങ്കിൽ അവന് വല്ല പരീക്ഷ എഴുതാൻ വയ്യാതെ വല്ല അസ്വസ്ഥതയും സംഭവിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ പരീക്ഷയ്ക്ക് എഴുതാതെ ഇരിക്കുവാനോ അല്ലെങ്കിൽ തെറ്റായി എഴുതി വെക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹുവിൽ നമ്മൾ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സഹായം അതിനുണ്ടാവുകയും നമുക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെ അള്ളാഹു നമ്മളിൽ നിന്ന് നാം പോലും അറിയാതെ അത് മാറ്റിക്കളയുകയും ചെയ്യും. ഖുർആൻ പറയുന്നു പരിശുദ്ധരല്ലാതെ ഇതിനെ സ്പർശിക്കുകയില്ല എന്ന്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് അഭയം തേടുന്നു, അല്ലെങ്കിൽ പരമകാരുണ്യനും കരുണാമയനുമായ അള്ളാഹുവിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് തുടങ്ങാതെ എന്ന് ആ പ്രാർത്ഥനയോട് കൂടി ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ചിന്തയോട് കൂടിയല്ലാതെ ആരെങ്കിലും വിശുദ്ധ ഖുർആനെ സ്പർശിക്കുകയാണെങ്കിൽ അവന് ഈ അള്ളാഹുവിന്റെ സഹായമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ വൈബായ ജ്ഞാനങ്ങൾ അവന് ലഭിക്കുകയുമില്ല. പ്രത്യക്ഷമായ ചില കാര്യങ്ങൾ അവൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ പട്ടിക്ക് എല്ല് കഷ്ണം കിട്ടിയതുപോലെ ഇതുകൊണ്ട് ഓടി നടന്ന് വെറുതെ ബഹളങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഇതൊന്നും ഖുർആന്റെ ജ്ഞാനങ്ങളുമായി ഒരു ബന്ധവും അവർക്കുണ്ടാകില്ല. അതാണ് ഈ അള്ളാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ട് അവൻ ഖുർആനെ സ്പർശിക്കുകയാണെങ്കിൽ ഖുർആനെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ, വൈബായ ജ്ഞാനങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പരിശുദ്ധരല്ലാതെ ഖുർആനെ സ്പർശിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് അവൻ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ശാരീരികമായ പരിശുദ്ധിയല്ല. പരിശുദ്ധം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം എന്നുള്ള ഒരു മനോഭാവം അവനിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിശുദ്ധ ഖുർആന്റെ ജ്ഞാനങ്ങൾ അവർക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുകയുള്ളൂ. ഖുർആനെ വിധിയാം വണ്ണം സമീപിക്കുവാനും അതിലെ അലൗകിക ജ്ഞാനനിധി കണ്ടെത്തുവാനും അള്ളാഹു മനുഷ്യനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ അഗാധമായി ഖുർആനെ കുറിച്ച് പഠിക്കുവാനും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും മനുഷ്യനെ ജാഗ്രതപ്പെടുത്തുകയും ചെയ്യുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ചെയ്യുന്നത്. അതല്ലാതെ പ്രത്യക്ഷമായി വായിച്ചു പോവുക മാത്രമല്ല, അതിൻ്റെ അഗാധമായ ജ്ഞാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് അള്ളാഹു പറയുന്നു. അങ്ങനെ ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ച് മനുഷ്യൻ ആലോചിക്കുമ്പോൾ അള്ളാഹു അതിനെക്കുറിച്ച് നമ്മൾ പോലും മനസ്സിലാക്കാത്ത, പ്രതീക്ഷിക്കാത്ത പല അർത്ഥങ്ങളും അതിൽ നിന്ന് പല ജ്ഞാനങ്ങളും നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരും എന്നതാണ് പറഞ്ഞതിന്റെ ഒരർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ഇങ്ങനെ ചോദിക്കാതെ തന്നെയും ചോദിക്കുമ്പോഴും മനുഷ്യന്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ ജീവികളുടെ ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പരമോന്നതനായ ഒരു രക്ഷാധികാരി നമുക്കുണ്ടെങ്കിൽ എല്ലാ സ്തുതികളും അർഹിക്കുന്നതും അർഹതപ്പെട്ടതും ആ അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മനുഷ്യന്റെ ശരീരം തന്നെ രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിച്ചാൽ തന്നെ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ശുക്ർ പറയുന്നതിനേക്കാൾ ഉത്തമമായ ഒരു പദമാണ് അൽഹംദു എന്ന് പറയുന്നത്. അള്ളാഹുവിന് സ്തുതി പറയുക. അപ്പൊ സ്തുതി പറയാൻ എല്ലാം കൊണ്ടും അർഹതയും യോഗ്യതയും അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും തന്നെയില്ല. കാരണം അള്ളാഹു നാം മനസ്സിലാക്കുന്നത് ഒരു സഹായം നമുക്ക് ഒരാൾ ചെയ്താൽ
ആ സഹായം നൽകിയ ആളിനോട് നമ്മൾ അദ്ദേഹത്തിന് നന്ദി പറയുമ്പോൾ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥമായ അതിന്റെ നന്ദി അർഹിക്കുന്നത് ആർക്കാണ്? അദ്ദേഹത്തിന് തരാനുള്ള മനസ്സുണ്ടാക്കിയതാരാണ്? അദ്ദേഹത്തിന് അത് നമുക്ക് നൽകുന്നതിന് വേണ്ടി ആ സംഗതി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചതാരാണ്? അദ്ദേഹത്തിന്റെ കയ്യിൽ അത് എത്തുന്നതിന് വേണ്ടി ഇതിന്റെ പുറകിൽ എന്തെല്ലാം പരിശ്രമങ്ങൾ, എത്ര ആളുടെ ചിലപ്പോൾ സേവനങ്ങൾ അതിന് പുറകിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇത് വാങ്ങാനുള്ള സൗഭാഗ്യവും ആരോഗ്യവും നമുക്കുണ്ടായത് തന്നതാരാണ്? അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യത്തിനും അള്ളാഹുവിനല്ലാതെ സ്തുതി പറയാൻ മറ്റാരും തന്നെ അതിന് അർഹതയില്ല, അതിന് യോഗ്യരുമല്ല. മറ്റുള്ളവരെല്ലാം തന്നെ രണ്ടാം സ്ഥാനത്ത് മാത്രമുള്ളവരാണ്. അവൻ അള്ളാഹുവാണ് സ്തുതിക്ക് അർഹതപ്പെട്ടവൻ. മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ അറിവ് അനുസരിച്ച് മാത്രമേ അള്ളാഹുവിനെ സ്തുതിക്കാൻ സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന സ്തുതിയും നമുക്കറിയാത്ത അള്ളാഹുവിന് അർഹതപ്പെട്ടതും അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത സ്തുതിയും എല്ലാം തന്നെ അള്ളാഹുവിൽ ഞാൻ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോഴാണ് എന്നും നാം മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ അള്ളാഹുവിന് സ്തുതി പറയാൻ നമുക്ക് സാധിക്കുക. മനുഷ്യന്റെ പരിമിതമായ അറിവുകൾക്കും അനുഭവങ്ങൾക്കും അപ്പുറമായി കാലാന്തരങ്ങളിൽ നിലകൊള്ളുന്ന ഒരു അള്ളാഹു, എന്നെന്നും നിലനിൽക്കുന്നവനും എല്ലാത്തിനെയും നിലനിർത്തുന്നവനുമായ ഒരു അള്ളാഹു നാം മനസ്സിലാക്കാത്ത ഒരുപാട് സ്തുതികൾക്ക് അർഹനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നാം കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നാം പഠനം നടത്തുകയാണെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ഭക്ഷണം നൽകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ ഒരു നെൽമണിയാണെങ്കിൽ പോലും അതിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു ആ നെൽമണിയെ സൃഷ്ടിക്കുന്നത്. ആളുകളുടെ വിയർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും എത്രയോ പണം ചെലവഴിച്ചുകൊണ്ടും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആണ് ഈ നമുക്ക് തരാനുള്ള ഈ ഭക്ഷണം തയ്യാർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നാം ആലോചിക്കുകയാണെങ്കിൽ ഈ സ്തുതിക്ക് ഇതുപോലെ സ്തുതിക്ക് അർഹതപ്പെട്ടത് ആരാണ് പിന്നെ ലോകത്തിലുള്ളത് എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നതായിരിക്കും. ഈ അൽഹംദു എന്നുള്ളത് ഒരു കേവല നാമമാണെങ്കിൽ തന്നെ അത് കർത്താവിനെ സംബന്ധിച്ചും കർമ്മങ്ങളെ സംബന്ധിച്ചും ആ സ്തുതി പറയാവുന്നതാണ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കർത്താവിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ കർത്താവ് പരിധിയും പരിമിതിയും ഇല്ലാത്ത അവസ്ഥ ആണ് ആ അള്ളാഹുവിനുള്ളത് എന്നും പരിധിയും പരിമിതിയും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് ബോധ്യപ്പെടുന്നതായിരിക്കും. എന്നാൽ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ സഹായങ്ങൾക്കും അവന്റെ ദയയ്ക്കും കാരുണ്യത്തിനും എല്ലാം തന്നെ ഒരു പരിധിയും പരിമിതിയും ഉള്ളവനാണ് മനുഷ്യനെന്നും അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനം മാത്രമേ മനുഷ്യർക്ക് അർഹിക്കുന്നുള്ളൂ എന്നും ഇതുകൊണ്ട് തന്നെ ഏതൊരു നിസ്സാരമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇതിനെല്ലാം അർഹതപ്പെട്ടത് അള്ളാഹു ആണ് എന്നും അള്ളാഹുവിന്റെ ഏതൊരു സൃഷ്ടിക്കും രണ്ടാം സ്ഥാനമാണ് ഉള്ളത് എന്നും നമുക്ക് ബോധ്യപ്പെടുന്നു. ഉദാഹരണമായി നമ്മൾ പരസ്പരം ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് നന്ദി പറയുകയാണെങ്കിൽ യഥാർത്ഥ നന്ദി അള്ളാഹുവിനാണ് അത് അർഹിക്കുന്നത് എന്നതുപോലെ രണ്ടാം സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇതേപോലെ ഒരാൾ നമുക്കൊരു അറിവ് പറഞ്ഞു തരികയാണെങ്കിൽ അദ്ദേഹത്തിന് നാം ഒരു നന്ദി പറയുകയാണെങ്കിൽ യഥാർത്ഥമായി അള്ളാഹുവിനാണ് നന്ദി പറയേണ്ടത്. നമുക്ക് അദ്ദേഹത്തിന് അറിവ് ലഭിച്ചതും അദ്ദേഹത്തിന് കിട്ടിയതും അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിന് ബ്രെയിൻ ശരിയായി വർക്ക് ചെയ്തതും അദ്ദേഹത്തിന് അറിവ് നൽകിയത് എല്ലാം അള്ളാഹുവാണ്. ഇതേപോലെ ഇതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിന്റെ സൃഷ്ടികളായ ആരെയെങ്കിലും വിളിച്ച് അള്ളാഹുവിന് ഉള്ള പരിധിയും പരിമിതിയും ഇല്ലാത്ത ഗുണം അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്കുണ്ട് എന്ന് നാം വിശ്വസിക്കുകയും
അങ്ങനെ അവർക്ക് നാം സ്തുതി പറയുകയോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും നമുക്ക് അള്ളാഹു നൽകുന്നത് പോലെ നൽകുമെന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നത് ഷിർക്കാണ്. ഷിർക്കിന്റെ അങ്ങേ അറ്റമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സർവ ഗുണങ്ങളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു. ഇപ്പൊ നമുക്കറിയാം, മാലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നാണ്. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നും പറയും. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനൊരു രാജാവാണെങ്കിൽ തന്നെ മനുഷ്യനൊന്നും ഏതൊരു രാജാവും ഇതിന്റെ എല്ലാം ഉടമസ്ഥരല്ല. ഒരു രാജ്യത്തിന്റെയും ഉടമസ്ഥരല്ല ഒരു രാജാവ്. പക്ഷെ അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ്. അപ്പോൾ എന്തൊരു കാര്യവും നാം നമ്മുടെ ശരീരഘടനകൾക്കുള്ളതാണെങ്കിലും ആത്മീയ പുരോഗതിക്കുള്ളതാണെങ്കിലും ഭൗതികമായ കാര്യങ്ങൾക്കുള്ളതാണെങ്കിലും ഇതെല്ലാം അള്ളാഹുവിൻ ആണ് അതിൻ്റെ എല്ലാം ഉടമസ്ഥനായതുകൊണ്ട് നമുക്ക് എന്തും ചോദിക്കാൻ ഉടമസ്ഥനായവനോട് നമുക്ക് ചോദിക്കാം. അവന് ഉടമസ്ഥനാണെങ്കിൽ എന്താ ഗുണം? അവന് ആർക്ക് വേണമെങ്കിലും കൊടുക്കുകയോ ഫ്രീ കൊടുക്കുകയോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും കർമ്മം ചെയ്തതിന്റെ ഫലമായിട്ട് സമ്മാനമായി കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ ഉടമസ്ഥന് സാധിക്കും. അതേ സ്ഥാനത്ത് അതിന്റെ ഒരു മേൽനോട്ടക്കാരനാണെങ്കിൽ ഒരിക്കലും അവനെടുത്ത് ഇതുപോലെ കൈകാര്യം ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ എല്ലാം അള്ളാഹുവിൽ നിന്ന് ഒരു കാര്യവും ഇല്ലാത്ത എല്ലാ നിസ്സാരമായ കാര്യങ്ങളുടെ പോലും ഉടമസ്ഥൻ അള്ളാഹു ആയതുകൊണ്ട് നമുക്ക് ആരെയെങ്കിലും വിളിച്ച് ചോദിക്കണമെങ്കിൽ അതിന്റെ ഉടമയോടല്ലേ ചോദിക്കേണ്ടത്. വേറെ ആരും തന്നെ ഇതിന്റെ ഉടമകളല്ല. എന്നാൽ അവനോട് അവൻ നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ട് അവന് നമ്മളും മറ്റുള്ളവരും ഒരുപോലെയാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് നേരിട്ട് ഇപ്പൊ ഒരു പിതാവിന് 10 മക്കളുണ്ടെങ്കിൽ ഏറ്റവും ഇളയ മകന് ഒരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ മൂത്ത മോനോട് പറയുക, എല്ലാ കാര്യങ്ങളും മൂത്ത മോനും നീ ശുപാർശ ചെയ്തിട്ട് വാപ്പാടുത്ത് പറഞ്ഞുതരാം. പക്ഷെ അവൻ നേരിട്ട് പിതാവിനോട് ചോദിക്കുമ്പോൾ ആ പിതാവിന് അതിന്റെ കാര്യം മനസ്സിലാകും, അവന്റെ ആവശ്യങ്ങൾ മനസ്സിലാകും, അത് വേണോ വേണ്ടേന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. അങ്ങനെ അദ്ദേഹം അത് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യും. അതേ സമയത്ത് മറ്റൊരു മോനോട് പോയിട്ട് ശുപാർശ ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം പറയുമ്പോൾ അത് ഒരുപക്ഷെ മുഖവിലേക്ക് പോലും എടുത്തെന്ന് വരികയില്ല. എന്നതുപോലെ ഇവിടെ അള്ളാഹു ഉടമസ്ഥനായതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചതുകൊണ്ട് നാം ചോദിക്കാൻ അർഹതയുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ്. മാത്രമല്ല, ഏതൊരു വസ്തുവിന്റെയും പ്രകൃതത്തെ കുറിച്ച് പൂർണ്ണമായി അറിവുള്ളവനും അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അങ്ങനെ അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും സയൻസുകൾ ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ അത്രയും എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹ് അറിവുള്ളവനാണ് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ പുലർച്ചയാണ് നാം കാണുന്നത്. കാരണം ഈ ഏതൊരു നമുക്കറിയാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമുക്കറിയാത്ത പല കാര്യങ്ങളും ലോകത്ത് പുലർന്നുകൊണ്ടിരിക്കുന്നു, ലോകം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഇങ്ങനെയാണ് എന്ന് നേരത്തെ തന്നെ അറിയാവുന്നവനും അങ്ങനെ മനുഷ്യനെ അത് പഠിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നവനുമാണ് ഈ സൃഷ്ടികർത്താവായ അള്ളാഹു എന്ന് നമുക്ക് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നതിന് ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് 8-10 ഗുണങ്ങളും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോയുടെ ദൈർഘ്യം കാരണം ഞാൻ അത് അടുത്ത വീഡിയോയിലേക്ക്, ഈ വീഡിയോകൾ എല്ലാവരും കേൾക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ 4 സ്തംഭങ്ങളിലാണ് അള്ളാഹുവിന്റെ അർശ് നിലകൊള്ളുന്നത് എന്നും ഇതേപോലെ തന്നെ ഷിർക്ക് എങ്ങനെയാണ് ഈ സൂറത്തിലൂടെ അള്ളാഹു ഇല്ലാതാക്കുന്നത് എന്ന് കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതിനെ തുടർന്നുള്ള വീഡിയോകളും കേൾക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയും മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു ജ്ഞാനത്തെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.